നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CSIR എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഏതൊക്കെ ബുക്സ് വെച്ചിട്ടാണ് പഠിക്കേണ്ടതെന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോട് കൂടി പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. എങ്ങനെ പഠിച്ചാലും നമ്മൾ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് റെഫറൻസ് ബുക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഓരോ സബ്ജക്റ്റിനും, ഇപ്പൊ ഓർഗാനിക് ആയിക്കോട്ടെ, ഇൻഓർഗാനിക്, ഫിസിക്കൽ, ഇതിനൊക്കെ ഓരോ ടോപ്പിക്കിനും ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. നമുക്കറിയാം CSIR എക്സാമിന് നല്ല വെയിറ്റേജ് ഉള്ളതും അതേപോലെ തന്നെ എല്ലാവർക്കും കുറച്ചൊരു പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ. നമ്മൾ ഒരു പേടിയോടുകൂടി അല്ലാണ്ട് ആരും ഈ ഒരു ഓർഗാനിക്കിനെ നോക്കി കണ്ടിട്ടില്ല. അപ്പൊ ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ബുക്സും റെഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഓരോ ടോപ്പിക്കിനും ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് ആരോമാറ്റിസിറ്റി ആണ്. കാണുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് തോന്നും. സംഗതി അതുപോലെ തന്നെയാണ്, എളുപ്പമാണ്. പക്ഷെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അരോമാറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് ബുക്സ് ആണ്. ഒന്ന് കാരി ആൻഡ് സൺബർഗ് എന്ന് പറയും, മറ്റേത് ജെറി മാർച്ച്. ജെറി മാർച്ച് ഉണ്ട്, അതേപോലെ തന്നെ കാരി ആൻഡ് സൺബർഗ്. സോ ഈ രണ്ട് ബുക്കിലും ഓർഗാനിക്കിന്റെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മാത്രം ഈ ഒരു ബുക്ക് റെഫർ ചെയ്താൽ മതി. എസ്പെഷ്യലി കാരി ആൻഡ് സൺബർഗ് ഒക്കെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു ബുക്കാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാൾക്ക് വായിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് ഒരു തരത്തിലും തലയിൽ കയറുന്നില്ല എന്നാണെങ്കിൽ അധികം വായിക്കാൻ നിൽക്കേണ്ട. സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ സ്ട്രക്ചറും എടുക്കുക. അത് അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, ഇനി ഹോമോ അരോമാറ്റിക് ആണോ, അതിന് എന്തെങ്കിലും എക്സെപ്ഷൻ കേസ് ഉണ്ടോ, ഈ കാര്യങ്ങൾ മാത്രം നോക്കി റെഫർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അതാണ് അരോമാറ്റിസിറ്റി. ഇനി അതേപോലെ തന്നെ എളുപ്പവും പക്ഷെ അത്ര തന്നെ ഇമ്പോർട്ടൻസും ഉള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റീരിയോ കെമിസ്ട്രി. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇനി അല്ല റിയാക്ഷൻ മെക്കാനിസോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സോ, അങ്ങനെ ഏത് ടോപ്പിക് വന്നാലും അതിൽ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ട് പ്രൊഡക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യുക, അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ പഠിക്കാൻ വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് രണ്ട് ബുക്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് ഒന്ന് PS കൽസി, രണ്ടും ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കാണ്. അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഒന്നാമത്തേത് സ്റ്റീരിയോ കെമിസ്ട്രി കൺഫർമേഷൻ ആൻഡ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. PS കൽസിയുടെ ആണ്. ഇതിന്റെയൊക്കെ PDF അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിലോ ലൈബ്രറി വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ബുക്സ് അവിടെ ഉണ്ടാവും. ദെൻ അടുത്തത് നാസിപൂരി. PS കൽസി വായിച്ചിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിക്ക് ആവുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നാസിപൂരി റെഫർ ചെയ്യാം. ഇത് രണ്ടും എക്സ്ക്ലൂസീവ്ലി സ്റ്റീരിയോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, ഇനി ഓർഗാനിക് പഠിക്കുന്ന ഒരാൾ എന്തായാലും വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട രണ്ട് ബുക്സ് ആണ് ക്ലെയ്ഡനും അതേപോലെ തന്നെ കാരൂത്തോസും. ഓക്കെ, ക്ലെയ്ഡനും അതേപോലെ തന്നെ കാരൂത്തോസും. ഈ രണ്ട് ബുക്സ് ഒന്നുകിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി എങ്കിലും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഈ ഒരു ബുക്സ് വെച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് റിയാക്ഷൻ, ഇന്റർമീഡിയറ്റ്സ് നോക്കുന്നുണ്ട്, മെക്കാനിസം നോക്കുന്നുണ്ട്, റിയേജൻസ്, നെയിം റിയാക്ഷൻസ്, പെരിസൈക്ലിക്, ഹെട്രോസൈക്ലിക്. അപ്പൊ ഇത്രയും ടോപ്പിക്സിന് നമ്മൾ മെയിൻ ആയിട്ടും ഈ രണ്ട് ബുക്സ് ആണ് റെഫർ ചെയ്യുന്നത്. എസ്പെഷ്യലി കാർബണൽ കെമിസ്ട്രി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലെയ്ഡനിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബുക്ക് നിങ്ങളെ കയ്യിൽ എന്താണെങ്കിലും വേണം. ഇനി നാച്ചുറൽ പ്രൊഡക്ട്സ്. നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ PY ബ്രൂയിസ് ആണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. PY ബ്രൂയിസ്, പോള വൈ ബ്രൂയിസ്. അപ്പൊ PY ബ്രൂയിസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ബിഗിനർ ലെവലിലാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ്, റിയാക്ഷൻ മെക്കാനിസംസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കണം എന്നാണെങ്കിൽ അതിനും നിങ്ങൾക്ക് PY ബ്രൂയിസ് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നാച്ചുറൽ പ്രൊഡക്ട്സിന്
മസ്റ്റ് ആയിട്ടും റെഫർ ചെയ്യേണ്ട ഒരു ബുക്കാണ്. അതിന് പുറമെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് PY ബ്രൂയിസ് റെഫർ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലും അത് ചെയ്തു നോക്കാം. ഇനി വരുന്ന വേറൊരു ടോപ്പിക്കാണ് ഫോട്ടോ കെമിസ്ട്രി. ഫോട്ടോ കെമിസ്ട്രിയിൽ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ ഫോട്ടോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് അതും ഇന്ത്യൻ ഓതറിന്റെ ബുക്കാണ്, ജഗദംബ സിംഗ് എന്നാണ് പേര്. അപ്പൊ ജഗദംബ സിംഗിൽ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈസി ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുക്സ് വേറെയും നിങ്ങൾക്ക് റെഫർ ചെയ്യാം, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് ജഗദംബ സിംഗ് എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിന്റെ കേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ബുക്കാണ് പാവിയ. നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. ഇതില് IR സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിള്, അതേപോലെ തന്നെ NMR, അതിന്റെ എക്സാമ്പിൾസ് അടക്കം എങ്ങനെ ഒരു NMR കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലായിട്ട് പഠിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സിൽവർ സ്റ്റൈൻ. അതിലും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ പാവിയേക്കാളും കുറച്ചുകൂടെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു ബുക്കാണ്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവലിൽ റെഫർ ചെയ്യണം എന്നാണെങ്കിൽ സിൽവർ സ്റ്റൈൻ ഓപ്റ്റ് ചെയ്യാം. സ്പെക്ട്രോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് അതിൽ പേര് വരുന്നത്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത്രയും ബുക്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന സമയത്ത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് തിയറിയാണ്. അപ്പൊ ഗ്രൂപ്പ് തിയറിയിൽ FA കോട്ടൺ, FA കോട്ടൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കെമിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി ചെറിയൊരു ബുക്കാണ്, വലിയ വലിപ്പമൊന്നുമില്ല, എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബുക്കാണ്. ആദ്യം വായിക്കുന്ന ഒരാൾക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ബാൻവെൽ. ഇപ്പോ രാമൻ സ്പെക്ട്രോ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രോബ്ലംസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ചെറിയ ബുക്കാ. നമ്മൾ പറയുന്ന സമയത്ത് വലിയ റെഫറൻസ് ബുക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വലിയ ബുക്സ് ആയിട്ടൊന്നും മനസ്സിൽ വിചാരിക്കരുത്. വളരെ ചെറിയ ബുക്കാണ്, നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇനി ഫിസിക്കലിന് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ക്വാണ്ടം കെമിസ്ട്രിയാണ്. ക്വാണ്ടം കെമിസ്ട്രിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ക്വാണ്ടം കെമിസ്ട്രി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും. ഇത് കുറച്ച് ടഫാണ്, പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്ന് മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ക്വാണ്ടം കെമിസ്ട്രി ഉള്ളൂ. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് മക്വറി ആണ്. ക്വാണ്ടം കെമിസ്ട്രി ഡൊണാൾഡ് എ മക്വറി. ഓക്കെ, അതിന് പുറമെ ഇനി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഇത് മക്വറി വായിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നുന്നു, കട്ടിയാണ് ലാംഗ്വേജ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് RK പ്രസാദ് യൂസ് ചെയ്യാം. RK പ്രസാദ് വളരെ ബിഗിനർ ലെവലിലാണ്, ബേസിക് ലെവലിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് RK പ്രസാദ്. ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യണം, കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ചെയ്യണം, പക്ഷെ ഒരു ഇന്ത്യൻ ഓതർ ആയിരിക്കണം, കുറച്ചുകൂടെ ഈസി ലാംഗ്വേജ് ആയിരിക്കണം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് KL കപൂർ. ഫിസിക്കൽ കെമിസ്ട്രിയിൽ അധികവും നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ആ പ്രോബ്ലംസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് KL കപൂറിൽ അവൈലബിൾ ആണ്. ഒരുപാട് എന്താ പറയാ വോളിയൂംസ് അതിലുണ്ട്. അപ്പൊ ഓരോ വോളിയവും ഓരോ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഒരു വോളിയത്തിൽ ക്വാണ്ടം കെമിസ്ട്രി ആണെങ്കിൽ വേറൊരു വോളിയത്തിൽ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ വോളിയംസ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് ഉള്ളത്. സോ ഈ ഒരു ബുക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KL കപൂർ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഇലക്ട്രോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് KL കപൂർ. ഇതിന്റെ സെപ്പറേറ്റ് എഡിഷനിൽ ഓരോ എഡിഷനിലും ഓരോ വോളിയത്തിലും ഏത് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കുക, അതിനനുസരിച്ചാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത്.
ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടോപ്പിക്സിനും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 2 ബുക്സ് ആണ്. ഒന്ന് പുരി ശർമ്മ, ശർമ്മയാണ്, മറ്റത് അറ്റ്കിൻസ്. നമ്മൾ MSc പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ BSc പുരി ശർമ്മയൊക്കെ നമ്മൾ BSc പഠിക്കുന്നതാണ്. അപ്പം BSc ആ ഒരു ലെവലിൽ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കണ്ട് പരിചയമുള്ള 2 ബുക്സ് ആണ്. ഒന്ന് പുരി ശർമ്മ, മറ്റേത് അറ്റ്കിൻസ്. ഈ 2 ബുക്സും നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിനും വേണ്ടിയിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിലെ എല്ലാ ടോപ്പിക്കിനും വേണ്ടി റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഓർഗാനിക് പറഞ്ഞു, ഫിസിക്കൽ പറഞ്ഞു, ഇനി വരുന്നതാണ് ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക്കിലും ഇതുപോലെ തന്നെ കുറച്ച് ഇന്ത്യൻ ഓതേഴ്സിന്റെ നല്ല ബുക്സ് ഉണ്ട്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാം. സോ ആദ്യത്തെ ടോപ്പിക് കോർഡിനേഷൻ ആണ്. കോർഡിനേഷനിൽ നമുക്ക് ഒന്നുകിൽ ഹ്യൂഹി റെഫർ ചെയ്യാം. ഹ്യൂഹി ഇനി വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ആ കടല് പോലെ കിടക്കുന്നു എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അജയ് കുമാർ. ഇന്ത്യൻ ഓതർ ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ വിത്ത് ക്വസ്റ്റ്യൻസ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് ഈ ഒരു ബുക്കിൽ. ദെൻ ബയോ ഇനോർഗാനിക്കിനും അജയ് കുമാറിന്റെ തന്നെ ബുക്ക് ഉണ്ട്, ഓർഗാനോ മെറ്റാലിക് ആൻഡ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. അത് നമുക്ക് ഓർഗാനോ മെറ്റാലിക്സിനും ബയോ ഇനോർഗാനിക്കിനും യൂസ് ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ബയോ ഇനോർഗാനിക്കിന് വേണ്ടിയിട്ടാണ്. ഇനി ഓർഗാനോ മെറ്റാലിക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഫോളോ ചെയ്യേണ്ടത് ഹ്യൂഹി ആണ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക് അജയ് കുമാറിന്റെ ഓർഗാനോ മെറ്റാലിക് ആൻഡ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, ആ ബുക്ക് റെഫർ ചെയ്യാം. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് BD ഗുപ്ത ആൻഡ് ഏലിയാസ്, ഈ ഒരു ബുക്കാണ്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഈ പ്രോബ്ലംസ് കുറച്ചുകൂടെ ട്രിക്കി ആയിട്ടുള്ള, നമുക്ക് കൺസെപ്റ്റ് കറക്റ്റ് കത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ തന്നെ സൊല്യൂഷൻ മാനുവൽസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇനോർഗാനിക്കിൽ പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് SPDF, ഈ ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ റിയാക്ഷൻസ്, കാര്യങ്ങൾ, അത് ഒരുപാട് കിടക്കുന്നുണ്ട് പഠിക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് JDLE ആണ്. ഓക്കെ, JDLE നമുക്ക് ഫോളോ ചെയ്യും. ഇത് നമ്മൾ BSc പഠിക്കുന്നതായിരിക്കും JDLE ഒക്കെ. അപ്പൊ JDLE ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രൂപ്പിന്റെയും പ്രോപ്പർട്ടീസ്, അതിന്റെ റിയാക്ഷൻസ്, കാര്യങ്ങളൊക്കെ വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രി. ഈ റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സിലൊക്കെ അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് മില്ലർ ആൻഡ് സ്കൂൾ. ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബുക്ക് മതി അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഓവറോൾ നമുക്ക് ഇനോർഗാനിക് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആണെങ്കിൽ, ഇപ്പം ആസിഡ്സ് ആൻഡ് ബേസസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് ഹൗസ് ക്രാഫ്റ്റും അതുപോലെ തന്നെ മിസ്ലർ ആൻഡ് ടാർ. ഈ 2 ബുക്സും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ CSIR പഠിക്കുമ്പോൾ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം. ഇതിപ്പോ ഞാൻ ഒരുപാട് ബുക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ബുക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങുക. ഇനി ഏതെങ്കിലും ബുക്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾക്ക് PDF എവിടെയും കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ജൂൺ എക്സാം അതേപോലെ തന്നെ ഡിസംബർ എക്സാം 2026 നമുക്ക് CSIR ക്രാക്ക് ചെയ്തേ പറ്റും. സോ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.